ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ തയ്യൽ പഠിക്കാനായിട്ട് പോകുന്ന കാര്യം. നടന്നില്ല ഗൈസ്, നടന്നില്ല, ചീറ്റിപ്പോയി. ഇന്നലെ പോയി, പക്ഷെ നമുക്കവിടെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ലായിരുന്നു അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. കാരണം ഓരോരോ മോഡലും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചുരിദാർ മാത്രം പഠിക്കുന്നതിന് ഇത്ര, അല്ലെങ്കിൽ നൈറ്റി, ബ്ലൗസ്, അങ്ങനെ ഓരോരോ പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൽ പഠിക്കാൻ പോകുന്നു, അതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ മോഡലിനനുസരിച്ചാണ് അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ വേണ്ടെന്ന് വെച്ചിട്ട് ഇന്ന് വേറൊരു സ്ഥലത്തോട്ട്, ഞങ്ങൾ ഓൾറെഡി ഇന്നലെ തന്നെ ജോയിൻ ചെയ്തു, വേറൊരു സ്ഥലത്താണെന്നേ ഉള്ളൂ. അപ്പം ഇന്ന് തൊട്ട് അവിടെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് വർഷങ്ങളായിട്ട് അനക്കാതെ വെച്ചിരുന്ന നമ്മുടെ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, അത് ഇന്നലെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരുപാട് പാർട്സ് അതിൻ്റേത് പോയി കിടപ്പുണ്ട്. അപ്പോൾ പോയ സാധനങ്ങളൊക്കെ ഇന്നൊന്ന് സെറ്റ് ചെയ്യണം. ആദ്യം അതൊന്ന് വാങ്ങിച്ച് മെഷീൻ ഒന്ന് ശരിയാക്കിയിട്ട് വേണം നമ്മുടെ തയ്യൽ ക്ലാസ് തുടങ്ങാൻ. അപ്പോൾ അതിന് ഞാൻ റെഡിയായി. കണ്ട, ഇഷ്ടപ്പെട്ടു? എൻ്റെ കുഞ്ഞിപ്പെണ്ണതാ ഓൾറെഡി അവൾ റെഡി ആയിട്ട് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞെവിടാ പോകുന്നേ? അംഗനവാടിയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അമ്മ എവിടാ പോകുന്നേ? ഏത് ക്ലാസ്സിൽ? അമ്മ വേറെ ക്ലാസ്സിലാണ് പോകുന്നത്, കുഞ്ഞ് അംഗനവാടിയിലുമാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ പോകാനായിട്ട് റെഡിയായി. പക്ഷെ ചെറിയൊരു പണി കിട്ടി. നല്ല സൂപ്പർ മഴയായിരുന്നു. ചെറുതായിട്ടൊന്ന് തുറന്ന് വരുന്നതേ ഉള്ളൂ. മഴയൊന്ന് തുറന്നിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ഇന്നെങ്കിലും സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കാം ഗൈസ്. ഇന്നെങ്കിലും സെറ്റാവുമായിരിക്കും.